ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു സൺഡേയിലെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. ശരിക്കും ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നതിനേക്കാൾ ഒരു ഹാഫ് ഡേ വ്ളോഗ് എന്ന് പറയുന്നതാവും കേട്ടോ നല്ലത്. കാരണം ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഏകദേശം ഉച്ചയാവാറായിട്ടുണ്ടായിരുന്നേ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത് ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെ ടൈമിനാണ് കേട്ടോ. ഇന്ന് സൺഡേ ഹോളിഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് നല്ല ഉറക്കമായിരുന്നു കേട്ടോ. ഒരുപാട് ലേറ്റായിട്ടാണ് എണീറ്റുണ്ടായത്. 11 മണി വരെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഉറങ്ങി എന്ന് പറയാം കേട്ടോ. ലേറ്റായിട്ട് എണീറ്റത് കൊണ്ട് തന്നെ ഇങ്ങനെ ഹെവി ആയിട്ടുള്ള ഫുഡൊന്നും ഉണ്ടാക്കാനായിട്ടുള്ളൊരു ഇത് തോന്നിയില്ലേ. കാരണം ഇനി ലഞ്ചും ഉണ്ടാക്കണം, ഇപ്പം ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കൂടെ ഒരുമിച്ചാകുമ്പം കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ സിമ്പിളായിട്ട് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് കരുതി. നല്ല ഏത്തപ്പഴം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് ഇങ്ങനെ പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൽ നിന്ന് 2-3 എണ്ണം എടുത്തിട്ട് പഴംപൊരി ഉണ്ടാക്കി. പിന്നെ കുറച്ച് മുട്ട ഉണ്ടായിരുന്നു കേട്ടോ. 3-4 എണ്ണം ഇരിപ്പുണ്ടായിരുന്നേ. അങ്ങനെ അതും വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ളതൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ രാവിലെ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ വിചാരിക്കും ഇങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് എണ്ണ പലഹാരമാണ് കഴിക്കുന്നതെന്ന്. പക്ഷേ എനിക്കിഷ്ടമാണ് കേട്ടോ. പഴംപൊരി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഹൈറയ്ക്കും ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ വേവിച്ച പഴം കഴിക്കുന്നതിനേക്കാൾ അവൾ കുറച്ചുകൂടെ പഴംപൊരി കഴിക്കും. അതുകൊണ്ടാണ് കേട്ടോ രാവിലെ ഉണ്ടാക്കിയത്. പിന്നെ ഈ ഉണ്ടാക്കുന്ന സ്നാക്സ് എല്ലാം ഒന്നും നമ്മൾ അപ്പം തന്നെ കഴിച്ച് തീർക്കില്ല കേട്ടോ. അപ്പോഴൊരു രാവിലെ 1-2 കഴിച്ചിട്ട് ബാക്കി നമ്മൾ വെച്ചേക്കും. എന്നിട്ട് ഈവനിങ് സ്നാക്സിന് ചായയുടെ കൂടെ കഴിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ചെയ്യാറ്. ഫുഡൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ വേവിച്ച പഴത്തുനിന്ന് ഒരു പകുതി എടുത്തിട്ട് അയറയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവളെ ഫുഡ് കഴിക്കാനായിട്ട് ഒരിടത്ത് ഇരുത്തി അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കത്തില്ല. അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ ജോലിയിലൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ശ്രദ്ധിക്കാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇടയിൽ കൂടെ ഇങ്ങനെ ഓരോ കൊണ്ട് വായിലിങ്ങനെ വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും അതങ്ങ് ആൾ കഴിച്ചോളും. എല്ലാ ദിവസവും ഇങ്ങനെ ദോശയും ഇഡ്ഡലിയും പുട്ടൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ വ്യത്യസ്തമായിട്ടെല്ലാം കഴിക്കുമ്പോൾ ഒരു രസമുണ്ട് കേട്ടോ. നമ്മൾ 3 പേരും കൂടി ഇങ്ങനെ കഴിക്കാനിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഓരോരോ സമയം ഇങ്ങനെ അയറയെ പിടിച്ചിരുത്തി കഴിക്കാനൊക്കെ കൊടുക്കാൻ വേണ്ടിയൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നേ. പക്ഷേ ആളിങ്ങനെ ഓടിപ്പോകുന്നതല്ലാതെ അങ്ങനെ ഒന്നും വായിലൊന്നും വാങ്ങുന്നുണ്ടായിരുന്നില്ലേ. ഉച്ചയായതുകൊണ്ട് തന്നെ പുറത്ത് നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് വേഗം പോയി ഒരുപാട് ഡ്രസ്സ് ഉണ്ടായിരുന്നു കേട്ടോ അലക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ അലക്കിയിട്ടു. പിന്നെ അങ്ങനെ പുറത്തെ അലക്കൊക്കെ കഴിഞ്ഞിട്ട് നേരെ കിച്ചണിൽ വന്ന കേട്ടോ. ഇനിയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ലഞ്ചിനുള്ള സംഭവങ്ങളൊക്കെ തുടങ്ങാൻ പോകുന്നത്. ഇന്നലത്തെ ചോറ് കുറച്ച് ഫ്രിഡ്ജിൽ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നും കഴിക്കാൻ വേണ്ടിയിട്ട് അതിനെ തിളപ്പിച്ച് വാർക്കാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ അതിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് വെച്ച പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ കഴുകി. പിന്നെ ഇന്നലെ മീൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അയലയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നലെ സമയം കിട്ടാത്തതുകൊണ്ട് കഴുകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ വെച്ചേക്കുമായിരുന്നേ. അങ്ങനെ അതൊക്കെ എടുത്ത് വൃത്തിയാക്കി. മീൻ മേടിക്കുമ്പോൾ മാക്സിമം ഞാൻ അന്ന് തന്നെ കഴുകി വൃത്തിയാക്കിയാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെക്കാൻ ശ്രമിക്കാറ്. പക്ഷേ ചിലപ്പോഴൊന്നും അങ്ങനെ പറ്റാറില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ തലേദിവസം ഇങ്ങനെ നമ്മളിങ്ങനെ കഴുകി വൃത്തിയാക്കി വെക്കുവാണെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ സമയത്ത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. മറ്റേ നമ്മൾ ധൃതിയായിട്ട് എവിടെയെങ്കിലും പോകാൻ നിൽക്കുന്ന ടൈമിനൊക്കെ ആണെങ്കിൽ മീനൊക്കെ വെട്ടിക്കഴുകി പിന്നെ അത് കുക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും ഒരുപാട് സമയമാവത്തില്ലേ. പിന്നെ മീനിങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ആലോചിക്കും കേട്ടോ, ഇന്ന് കറി വെക്കണോ ഫ്രൈ വെക്കണോ, അല്ലെങ്കിൽ കറി വെക്കുമ്പോൾ തന്നെ തേങ്ങ അരച്ച് വെക്കണോ അല്ലെങ്കിൽ മുളകിട്ട് വെക്കണോ. അങ്ങനെ ഇന്ന് തേങ്ങ അരച്ചിട്ടല്ല കേട്ടോ, മുളകിട്ടാണ് വെക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളി ആ സംഭവങ്ങളൊക്കെ നല്ലോണം ചതച്ചിട്ട് മുളകിട്ട് തക്കാളിയൊക്കെ ഇട്ട് അങ്ങനെയുള്ള അയല കറിയാണ് കേട്ടോ വെക്കുന്നത്. അയല കറി വെക്കാനുള്ള പ്രിപ്പറേഷനൊക്കെ ആയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അയറ എണീറ്റ് വന്നു കേട്ടോ. രാവിലെ ഫുഡ് കഴിച്ചിട്ട് അവൾ കുറച്ച് സമയം അങ്ങ് ഉറങ്ങിപ്പോയി കേട്ടോ. ഉറങ്ങിയ സമയത്തിനാണ് ഞാൻ വേഗം വന്ന് മീനൊക്കെ കഴുകി വെച്ചത്. അല്ലെങ്കിൽ പിന്നെ കുറേ മീനൊക്കെ പിന്നെ അയറ തന്നെ എനിക്ക് കട്ട് ചെയ്ത് തരും. അതുകൊണ്ട് അവൾ ഉറങ്ങുന്ന സമയത്തിന് വേഗം ഓടിപ്പോയി ചെയ്യുന്നൊരു പണിയാണ് കേട്ടോ ഫിഷ് കട്ടിങ്. അങ്ങനെ മീൻ കറിക്കുള്ള എല്ലാ സംഭവങ്ങളും എടുത്തു എന്ന് വിചാരിച്ച് പാത്രവും വെച്ച് കടുക് പൊട്ടിച്ച് അരിഞ്ഞു വെച്ച സംഭവങ്ങളെല്ലാം ഇട്ട് വഴറ്റിക്കൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ എനിക്ക് ശരിക്കും ഓർമ്മ വന്ന്, അയ്യോ ഉള്ളി ഇട്ടില്ലല്ലോ എന്ന്. പിന്നെ അതങ്ങനെ പകുതി വഴിക്ക് വെച്ചിട്ട് വീണ്ടും വേഗം തന്നെ ഒരു ഉള്ളി എടുത്ത് കട്ട് ചെയ്ത് അതും കൂടെ അതിലിട്ടിട്ട് കേട്ടോ. ഇന്നലെ മേടിച്ചതാണ് ഈ മല്ലിയില. ഞാൻ മല്ലിയില വാങ്ങുമ്പോഴത്തേക്കും അത് ഇങ്ങനെ കഴുകി കുറച്ച് സമയം ഇങ്ങനെ പൈപ്പിൻ്റെ
പുറത്തിങ്ങനെ വെക്കും കേട്ടോ, വെള്ളമെല്ലാം വാർന്ന് പോകാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് അതിൻ്റെ തണ്ടെല്ലാം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിൽ അടിയിൽ ന്യൂസ് പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ തണ്ടൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് വെക്കാറ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും ഏകദേശം ഒരു 1 വീക്കിൽ കൂടുതലൊക്കെ അധികം ഇങ്ങനെ അഴുകാതെ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. ഞാൻ കുക്കിങ്ങിന് പച്ചയ്ക്കുള്ള മല്ലിയും മുളക് പൊടിയൊക്കെയാണ് കേട്ടോ യൂസ് ചെയ്യാറ്. ഇങ്ങനെ കറി വെക്കുന്ന സമയത്ത് അതിന് വേണ്ടത് കുറച്ചെടുത്ത് ഇങ്ങനെ ചൂടാക്കി എടുക്കുകയോ അല്ലെങ്കിൽ സാമ്പാർ വെക്കുമ്പോഴോ അങ്ങനെയൊക്കെ അതിനാവശ്യത്തിനടുത്ത് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. മീൻകറി വെക്കുന്ന സമയത്താണെങ്കിൽ ആ വഴറ്റിയ സംഭവങ്ങൾ പച്ചക്കറികളില്ലേ അതൊക്കെ ഒരു സൈഡിലോട്ട് ഇങ്ങനെ മാറ്റി വെച്ചിട്ട് അതിൻ്റെ ഒരു സൈഡിലിട്ട് തന്നെ ആവശ്യത്തിനുള്ള പൊടികളെടുത്ത് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് അതിലൊഴിച്ച് തന്നെ ചൂടാക്കിയാണ് എടുക്കാറ്. അല്ലാതെ സെപ്പറേറ്റ് ഇങ്ങനെ പൊടികളൊന്നും വറുത്തെടുക്കാറില്ല കേട്ടോ. അങ്ങനെ മീൻകറിക്കുള്ളതെല്ലാം റെഡിയാക്കി അത് ഇങ്ങനെ വേഗം വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഐറ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ. അങ്ങനെ ഷെറിച്ചനും കിച്ചണിലോട്ട് വന്ന് അവൾക്ക് നല്ല ഹെയർ സ്റ്റൈലൊക്കെ ചെയ്ത് കൊടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പെൺകുട്ടികൾ അമ്മമാരെക്കാളും കൂടുതൽ കുറച്ചുകൂടെ അറ്റാച്ച്ഡ് എന്ന് പറയുന്നത് അവരുടെ അച്ഛന്മാരോട് തന്നെ ആയിരിക്കും കേട്ടോ. ഐറ പിന്നെ സ്പെഷ്യലി അപ്പക്കുട്ടിയാണ് കേട്ടോ. ഞാനില്ലെങ്കിലും കുഴപ്പമില്ല, അവൾക്ക് അവളുടെ അപ്പം മതി, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. എന്നെക്കാൾ കൂടുതൽ സമയം ഐറയായിട്ട് സ്പെൻഡ് ചെയ്യുന്നതും ഷെറിച്ചനാണ് കേട്ടോ, അവളെ കൂടെ കളിക്കാനും അങ്ങനെയൊക്കെ. പക്ഷെ എങ്ങനെയൊക്കെയുള്ള ഹെയർ സ്റ്റൈൽ ചെയ്ത് കൊടുത്താലും ആൾക്ക് ഇങ്ങനെ ഭയങ്കര ബ്യൂട്ടീഷ്യൻ പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ അധിക സമയം ഒന്നും തലയിൽ ഇരിക്കത്തില്ല. ആ ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 1 or 2 minutes അത്രേ തലയിൽ ഹെയർ ബാൻഡൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ അത് 2 കൈ കൊണ്ടും ഇങ്ങനെ എല്ലാം പിച്ചി എടുത്തിട്ടുണ്ടാവുമേ. ആൾക്ക് തലമുടി നല്ല നീളം കുറവായതുകൊണ്ട് തന്നെ അങ്ങനെ ക്ലിപ്പൊന്നും അങ്ങനെ ഇരിക്കുന്നില്ല കേട്ടോ. കുറച്ചിങ്ങനെ മുടിയൊക്കെ നീളം വെച്ച് വരുന്നതേ ഉള്ളൂ. ഉച്ചത്തെ ഫുഡ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം ആവുന്നത് കൊണ്ട് തന്നെ ഒരു ഷേക്ക് ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ നല്ല ചൂട് സമയത്തൊക്കെ ഇങ്ങനെ ഷേക്ക് ഉണ്ടാക്കാൻ തോന്നും, അങ്ങനെ ഉണ്ടാക്കി കുടിക്കും കേട്ടോ. ഐറ പിന്നെ ഇങ്ങനെ ജ്യൂസ് ഷേക്ക് അതിൻ്റെ ആളാണ് കേട്ടോ. അല്ലാതെ ചോറൊക്കെ കഴിക്കൽ ഭയങ്കര കുറവാണ്. പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് കഞ്ഞി കുടിച്ചാലായി കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അല്ലാതെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് കഴിക്കുന്നത് തന്നെയാണ് കേട്ടോ. നമ്മുടെ കിച്ചണിലെ ഒരു പ്ലഗിൽ നിന്ന് ഇങ്ങനെ സോക്കറ്റിൽ നിന്ന് സ്പാർക്ക് വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ ഒരു ഇതിൽ ഇൻഡക്ഷൻ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മറ്റതിൽ വെക്കാൻ പറ്റാത്തതുകൊണ്ട് മിക്സിയൊക്കെ ഇപ്പോൾ ഹോളിൽ കൊണ്ടുവച്ചാണ് കേട്ടോ അരയ്ക്കുന്നത്. കൊണ്ടുവച്ച് അരച്ചിട്ട് പിന്നെ വീണ്ടും തിരിച്ചു കൊണ്ടുവയ്ക്കും അങ്ങനെ. അല്ലെങ്കിൽ അവിടെ തന്നെ സ്ഥിരം വെച്ചിരുന്നാൽ പിന്നെ ഐറ അതെല്ലാം എടുത്ത് മെനക്കേടാക്കും. അതുകൊണ്ട് ഓരോ പ്രാവശ്യം ഇങ്ങനെ അരയ്ക്കേണ്ട ടൈം വരുമ്പോൾ മിക്സി എടുത്തുകൊണ്ട് പോയി ഹോളിൽ കൊണ്ടുപോകും, അരച്ചിട്ട് തിരിച്ചു കൊണ്ടുവയ്ക്കും, അങ്ങനെയാണ്. ഷെറിച്ചിന് 2 ദിവസം കൊണ്ട് നല്ല കോൾഡാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഷെയ്ക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞ് തണുപ്പായതുകൊണ്ട് നമ്മുടെ വീട്ടിലിങ്ങനെ ഇപ്പോൾ കുറച്ച് ചെടിയൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളുടെ ഇവിടെ എന്താ ഇതിന് പറയാന്നറിയില്ലേ, ഓരോ സ്ഥലത്ത് ഇതിന് ഓരോ പേരല്ലേ പറയാറ്. എനിക്ക് ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു 2-3 ദിവസമാകുമ്പോൾ വേഗം മാറും കേട്ടോ. പക്ഷേ ഷെറിച്ചിന് വന്നു കഴിഞ്ഞാൽ ഒരു കുറച്ച് ടൈം നിൽക്കുവേ. അങ്ങനെ കുറേ സമയം ഇങ്ങനെ ആവിയൊക്കെ പിടിച്ച് കഴിയുമ്പോഴേ ഒരു സമാധാനം ഉണ്ടാവത്തുള്ളൂ. അങ്ങനെ ആവിയൊക്കെ പിടിച്ച് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചു ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ എനിക്ക് ചെറിയൊരു മനംമാറ്റം വന്നത്. മനംമാറ്റം എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇങ്ങനെയുള്ള പരിപാടിയാണ് കേട്ടോ. ഹെയർ കട്ടിങ് വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ തോന്നും. ഞാൻ അധികം ഇങ്ങനെ ലെങ്തായിട്ട് മുടി വളർത്താറില്ല കേട്ടോ. ഇങ്ങനെ എപ്പോഴും ഷോർട്ടാക്കിയാണ് വെക്കാറ്. അങ്ങനെ തലമുടിയൊക്കെ ചീകി കത്രികയും കണ്ണാടിയായിട്ട് ഇങ്ങനെ സിറ്റ് ഔട്ടിൽ വന്നിരുന്നപ്പോഴത്തേക്കും എനിക്ക് മുന്നേ ആളെത്തി കേട്ടോ. വന്ന് പിന്നെ എൻ്റെ തലമുടി എവിടേക്കോ പിടിച്ച് കട്ട് ചെയ്തു. പിന്നെ ഐറയ്ക്ക് ഞാൻ തലമുടിയൊക്കെ ചീകി വെച്ച് ഫ്രണ്ടിൽ ഇങ്ങനെ കുറച്ച് ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് വിട്ടു കൊടുത്തു കേട്ടോ. ആൾക്കും ഇങ്ങനെ ബ്യൂട്ടീഷ്യൻ പരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാനും ഹെയർ കട്ട് ചെയ്യാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഹെയർ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഓയിലൊക്കെ കൊണ്ടുവന്ന് നല്ലോണം തലയിലൊക്കെ മസാജ് ചെയ്ത് കേട്ടോ. ആദ്യം തലയിലൊക്കെ എണ്ണ തേക്കാൻ വേണ്ടി ഇരുന്ന് നിന്ന് കേട്ടോ. അവസാനമായപ്പോഴത്തേക്കും കരച്ചിലും ബഹളമൊക്കെ ആയേ. പിന്നെ ഞാൻ പിടിച്ചിരുത്തി എണ്ണയൊക്കെ തേച്ച്. എല്ലാ ദിവസവും അങ്ങനെ എണ്ണയൊന്നും തേക്കാറില്ല കേട്ടോ. പക്ഷെ തലയിൽ തേക്കുന്ന ദിവസം നല്ലോണം മസാജ് ചെയ്ത് അങ്ങനെ കുറച്ച് കെയർ ചെയ്യും. പിന്നെ കുളിക്കുമ്പോഴത്തേക്കും അത് ഷാമ്പൂ ഇട്ട് കളയുകയും ചെയ്യും കേട്ടോ. അങ്ങനെ എണ്ണ തേച്ചുള്ള കുളിയൊക്കെ കഴിഞ്ഞൊന്ന് ഉറങ്ങി എണീറ്റപ്പോഴത്തേക്ക് സമയം നല്ലോണം ഇരുട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേഗം വന്ന് ചെടിക്ക് വെള്ളം ഒഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നേ. നമ്മളിവിടെ എപ്പോഴും പൂക്കൾ ഉണ്ടാകുന്ന ടൈപ്പ് ചെടികളാണ് കേട്ടോ കൂടുതലും നട്ടിട്ടുള്ളത്. പിന്നെ കുറച്ച് കളറ് ഇലകളുള്ള ടൈപ്പില്ലേ, അങ്ങനത്തെ നട്ടിട്ടുണ്ട്. പൂക്കളും ചെടികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ.
അതുപോലെ തന്നെ ഈ പൂക്കളൊന്നും ഇങ്ങനെ പറിച്ചെടുക്കുന്നത് തീരെ ഇഷ്ടമല്ല കേട്ടോ. ഈ നിന്ന് കാണുന്നതാണ് ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് നമ്മളത് പരിപാലിച്ച് അതിങ്ങനെ പൂവിട്ടൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ ഭയങ്കര ഭയങ്കര ഒരു രസമാണ് കേട്ടോ. മൈൻഡ് അടിപൊളിയാണ്. ഇവിടെ ചെടികളൊക്കെ നട്ടപ്പോൾ ഇത് ഇത്രയും പെട്ടെന്നിങ്ങനെ നല്ല വൃത്തിക്ക് പെട്ടെന്നിങ്ങനെ മുളച്ച് വരുമെന്നോ അല്ലെങ്കിൽ ഇത്രയും ഇവിടെ ഇങ്ങനെ നല്ല ഭംഗിയായിട്ടുണ്ടാവുമെന്നോ ഒട്ടും പ്രതീക്ഷിച്ചതല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ചെടിക്ക് വെള്ളമൊഴിപ്പൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലോണം സന്ധ്യയായിട്ടുണ്ടായിരുന്നേ. ശരിക്കും പറഞ്ഞാൽ നല്ലോണം ഇരുട്ട് വേണം കേട്ടോ. അങ്ങനെ പുറത്ത് ജോലിയൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞാൻ കറങ്ങിത്തിരിഞ്ഞ് അടുക്കളയിൽ തന്നെ എത്തിയിട്ടുണ്ട്. കുറച്ച് ദിവസമായിട്ട് ഞാൻ പാട്ടിന് ഭയങ്കര അഡിക്റ്റാണ് കേട്ടോ. ഇങ്ങനെ കിച്ചണിൽ ജോലിയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഫോണിൽ കുറച്ച് നല്ല മെലഡി ആയിട്ടുള്ള മലയാളം സോങ്സോ അല്ലെങ്കിൽ തമിഴ് സോങ്സോ ഒക്കെ ഇങ്ങനെ ഇട്ട് വെക്കും കേട്ടോ. പിന്നെ അത് കേട്ട് കേട്ടാണ് എൻ്റെ ജോലിയൊക്കെ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.